ഒരു ചെറിയ ഇഞ്ചുറി ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് നിങ്ങൾ സ്വന്തമായി മാറ്റരുത്. പലപ്പോഴും പലർക്കും MRI എടുക്കണമെന്ന് പറയുമ്പോൾ അതിന് പോലും നേരെയില്ല, അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. ക്ലിനിക്കൽ ഹിസ്റ്ററി വെച്ചിട്ടും ക്ലിനിക്കൽ ഫൈൻഡിങ്സ് വെച്ചിട്ടും ഏറെക്കുറെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഉണ്ടായിരിക്കുന്നത് ലിഗമെന്റ് ഇഞ്ചുറി ആണോ, മെനിസ്കസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രത്തോളം സിവിയർ ആണ് എന്നുള്ളത് തന്നെ പെയിൻ പാറ്റേണും പെയിൻ സിംറ്റംസും ഒക്കെ വെച്ച് തന്നെ മനസ്സിലാവും. ഇത്രയും കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് MRI സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ MRI എടുക്കാൻ ഇപ്പൊ സാഹചര്യമില്ല, അതുകൊണ്ട് ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല. ഇത് തെറ്റാണ്. കാരണം മാക്സിമം മുട്ടിനെ ഓഫ്ലോഡ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഈ ഇഞ്ചുറി ഹീൽ ആവാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. MRI എടുക്കാൻ ഇപ്പോൾ സാഹചര്യം ഇല്ല, എനിക്ക് 1 വർഷം കഴിഞ്ഞിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ 1 വർഷം കഴിഞ്ഞെടുക്കുന്ന MRI റിസൾട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് കണ്ടീഷൻ ആയിരിക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ ഹീലിംഗ് നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം. അതുകൊണ്ട് MRI എടുക്കാൻ സാഹചര്യമില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല. ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടും ക്ലിനിക്കൽ ഫൈൻഡിങ്സ് വെച്ചിട്ടും ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറി ഏകദേശം ലിഗമെന്റ് ആൻഡ് മെനിസ്കൽ ഇൻവോൾവ്മെന്റ് വരാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ എടുക്കണം. ഈ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങളെ സർജറിയിൽ നിന്ന് ഒഴിവാകാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു തരും. കൃത്യമായിട്ട് ഓർത്തോപീഡിക് അല്ലെങ്കിൽ മസ്കുലോസ്കെലറ്റൽ ഓർ സ്പോർട്സിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാളെ കൺസൾട്ട് ചെയ്താൽ മാത്രം. അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഇഞ്ചുറീസ് വെച്ചുകൊണ്ടിരുന്ന് ഡിലേ ആക്കി തേയ്മാനം പോലെയുള്ള സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ട് പിന്നെ ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നും സർജറി ചെയ്യാമെന്നുമുള്ള ഡിസിഷൻ എടുത്താൽ അത് തികച്ചും തെറ്റായിട്ടുള്ള ഡിസിഷൻ ആയിട്ട് മാറും.